ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 6th ചാപ്റ്റർ ന്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ഒക്കെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോസൊക്കെ കാണുക. അനഘാസ് സ്കൂൾ ട്രിപ്പ്. This was the first time Anagha was going on a school trip. They boarded the train from Pune late at night to go all the way to Varanasi. ഇവിടെ അനഘ എന്ന് പറയുന്ന ഒരു കുട്ടി അവൾ ആദ്യമായിട്ട് സ്കൂൾ ട്രിപ്പിന് പോവുകയാണ് അല്ലേ. അപ്പോൾ അവർ പൂനെയിൽ നിന്ന് ട്രെയിൻ കയറി വാരണാസിയിലേക്കാണ് പോകുന്നത്. ഹെർ മദർ ഹു കെയിം ടു സീ ഹർ ഓഫ് at the station told the teacher to tell the children about the Buddha and take them to see Sarnath as well. അപ്പോൾ അവർ ടീച്ചറിനോട് ഇവരെ സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് വന്നപ്പം ടീച്ചറിനോട് സംസാരിക്കുകയാണ്. ബുദ്ധയെക്കുറിച്ച് കുട്ടികളുടെ അടുത്ത് പറയണം, അതുപോലെ തന്നെ സാർനാഥിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് മറക്കരുതെന്നുള്ള കാര്യം. ഓക്കെ, ദ സ്റ്റോറി ഓഫ് ദ ബുദ്ധ. നമുക്കിനി ബുദ്ധനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കാം അല്ലേ. Siddhartha, also known as Gautama, the founder of Buddhism, was born about 2500 years ago. അപ്പോൾ സിദ്ധാർത്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഗൗതമ എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു മതത്തിൻ്റെ ഫൗണ്ടറാണ്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പോൾ സിദ്ധാർത്ഥ അല്ലെങ്കിൽ ഗൗതമ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അദ്ദേഹമാണ് ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ. ദിസ് വാസ് എ ടൈം ഓഫ് റാപ്പിഡ് ചേഞ്ച് ഇൻ ദ ലൈവ്സ് ഓഫ് പീപ്പിൾ. അപ്പം ഈ ടൈമിൽ ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നൊരു സമയം കൂടിയാണ്. As you saw in chapter 5, some kings in the Mahajanapadas were growing more powerful. New cities were developing and life was changing in the villages as well. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ മിക്ക രാജാക്കന്മാരും മഹാജനപദാസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പവർഫുള്ളായി അവർ വളരുകയായിരുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ സിറ്റികൾ ഡെവലപ്പ് ആവുകയാണ്. അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വില്ലേജിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ പോലും. Many thinkers were trying to understand these changes in society. They also wanted to try and find out the true meaning of life. മിക്ക ആൾക്കാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരു മാറ്റം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ലൈഫിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് മനസ്സിലാക്കുകയും വേണമായിരുന്നു. The Buddha belonged to a small Gana known as the Sakyagana and was a Kshatriya. അപ്പം ബുദ്ധ ഒരു ചെറിയ സഖ്യഗണ എന്നറിയപ്പെടുന്ന ഒരു ഗണയിലെ ഒരു മെമ്പറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ക്ഷത്രിയനുമായിരുന്നു. When he was a young man, he left the comforts of his home in search of knowledge. He wandered for several years, meeting and holding discussions with the other thinkers. അപ്പോൾ അദ്ദേഹം ഒരു യങ് മാൻ ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹം വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് നോളജ് തേടി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം സഞ്ചരിച്ച് നടന്നു. ഓരോരോ മീറ്റിങ്ങുകളൊക്കെ കൂടി, അതുപോലെ തന്നെ ഓരോരോ ഡിസ്കഷൻസൊക്കെ ഓരോരോ തിങ്കേഴ്സുമായിട്ട് എടുത്തു. He finally decided to find his own path to realization and meditated for days on end under a peepal tree at Bodh Gaya in Bihar, where he attained enlightenment. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് നാളിങ്ങനെ സഞ്ചരിച്ച് നടന്ന ഓരോരോ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഓരോരോ മീറ്റിങ്സൊക്കെ കൂടിയതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. സ്വന്തമായിട്ടൊരു കാര്യം തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് ദിവസങ്ങളോളം അദ്ദേഹം ഈ ബോധ്ഗയ, ബീഹാറിലെ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് പീപ്പിൾ ട്രീയുടെ താഴെ ഒരുപാട് ദിവസങ്ങളോളം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തു. അദ്ദേഹം കുറേ ദിവസങ്ങളോളം ധ്യാനിച്ചിരുന്നു ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ. അത് ബോധ്ഗയ എന്ന് പറയുന്ന ബീഹാറിലെ ഒരു സ്ഥലത്താണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹി വാസ് നോൺ ആസ് ദി ബുദ്ധ ഓർ ദി വൈസ് വൺ. അതിനുശേഷമാണ് അദ്ദേഹം ബുദ്ധ അല്ലെങ്കിൽ വൈസ് വൺ എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. He then went to Sarnath near Varanasi, where he taught for the
ഫസ്റ്റ് ടൈം. അതിനുശേഷം അദ്ദേഹം വാരണാസിക്ക് അടുത്തുള്ള സാർനാഥിലേക്ക് യാത്ര ചെയ്തു. ഹി സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ട്രാവലിംഗ് ഓൺ ഫുഡ്, ഗോയിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ടീച്ചിങ് പീപ്പിൾ ടിൽ ഹി പാസ് അവേ അറ്റ് കുസിനാര. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ നടന്നു പോയി തന്നെ, അല്ലാണ്ട് വണ്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. നടന്നു തന്നെ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ഓരോ സ്ഥലത്ത് ചെല്ലുകയും അവിടുത്തെ ആൾക്കാരെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം കുസിനാര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മരണമടയുന്നത്. അതിന് മുന്നേ വരെ അദ്ദേഹം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ആൾക്കാരെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയും ഇരുന്നു. അപ്പോൾ ഇതാണ് ബുദ്ധ അല്ലെങ്കിൽ സിദ്ധാർത്ഥ അല്ലെങ്കിൽ ഗൗതമ എന്ന് പറയുന്ന ആളുടെ സ്റ്റോറി എന്ന് പറയുന്നത്. The Buddha thought that life is full of suffering and unhappiness. This is caused because we have cravings and desires. ബുദ്ധ പഠിപ്പിച്ചതാണ് ഈ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ സഫറിങ്സും അതുപോലെ തന്നെ അൺഹാപ്പിനെസ്സും ആണ്. സഫറിങ്സ് എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ അല്ലേ, അൺഹാപ്പിനെസ് സന്തോഷമില്ലായ്മ. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കഷ്ടതകളും അതുപോലെ തന്നെ സന്തോഷമില്ലായ്മയൊക്കെ കൊണ്ട് നിറഞ്ഞതാണെന്നാണ് ബുദ്ധ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ കഷ്ടപ്പാടുകളുടെയൊക്കെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്, ഡിസയേഴ്സ്. ഇതുകൊണ്ടാണ് നമുക്കിങ്ങനെ സഫറിങ്സും അല്ലെങ്കിൽ അൺഹാപ്പിനെസ്സും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് സഫറിങ്സും അൺഹാപ്പിനെസ്സും അനുഭവിക്കേണ്ടതായിട്ട് വന്നത്? നമ്മുടെ ഡിസയേഴ്സ് കൊണ്ടെന്നാണ് ഈ ബുദ്ധ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. Sometimes even if we get what we want, we are not satisfied and want even more. നമുക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരില്ല അല്ലേ. നമുക്ക് ഇനിയും വേണം എന്നുള്ള ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ കാണും. The Buddha described this as thirst or tanha. ഇതിനെ ദാഹം എന്ന് പറയും. അതായത് എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വേണം, എത്ര കിട്ടിയാലും മതിയാവില്ല. ഇപ്പോൾ ഒരു ബൈക്കുള്ള ആൾക്ക് ഒരു കാറ് മേടിക്കണമെന്ന് തോന്നും, കാറുള്ള ആൾക്ക് അതിനേക്കാൾ വില കൂടിയ കാറ് മേടിക്കണമെന്ന് തോന്നും അല്ലേ. എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. പുതിയ ആഗ്രഹങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിനെ അദ്ദേഹം തേഴ്സ്റ്റ് അല്ലെങ്കിൽ തൻഹ എന്നാണ് പറഞ്ഞത്. He thought that this constant craving could be removed by following moderation in everything. അപ്പം ഈ ഒരു ചിന്ത അല്ലെങ്കിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ വേണം എന്നുള്ള നമ്മുടെ ഈ ആഗ്രഹം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കുറച്ച് മോഡറേഷനൊക്കെ ചെയ്യുന്നതിലൂടെ. He also taught people to be kind and to respect the lives of others, including animals. അതുപോലെ തന്നെ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് എപ്പോഴും മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, ഈവൻ ആനിമൽസിനെ പോലും റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ ജീവിതത്തെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരോടും കൈൻഡായിട്ടിരിക്കുക. ഹി ബിലീവ്ഡ് ദാറ്റ് ദ റിസൾട്ട് ഓഫ് അവർ ആക്ഷൻസ് കോൾഡ് കർമ്മ, വെദർ ഗുഡ് ഓർ ബാഡ്, അഫക്റ്റ് us ബോത്ത് ഇൻ ദിസ് ലൈഫ് ആൻഡ് ദ നെക്സ്റ്റ്. അതായത് നമ്മുടെ ഓരോരോ ആക്ഷൻസിൻ്റെ റിസൾട്ട്, അതായത് കർമ്മ എന്ന് പറയും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതിന് മോശം കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ ആക്ഷൻസിൻ്റെയൊക്കെ റിസൾട്ടാണ് കർമ്മ എന്ന് പറയുന്നത്. ഈ കർമ്മ ചിലപ്പോൾ നല്ലതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയാവാം അല്ലേ. നമ്മൾ നല്ല കാര്യം ചെയ്തിരിക്കുന്നതനുസരിച്ച് നല്ല കർമ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ മോശം കാര്യം ചെയ്തിരിക്കുന്നതനുസരിച്ച് ബാഡ് കർമ്മ ഉണ്ടാവാം അല്ലേ. അപ്പം ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ജന്മത്തിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ബുദ്ധ തോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ ഓർഡിനറി പീപ്പിൾ, പ്രാകൃത്, സോ ദാറ്റ് എവ്രിബഡി കുഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് മെസ്സേജ്. ബുദ്ധ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സൊക്കെ ഒരു ഓർഡിനറി ലാംഗ്വേജിലാണ് പഠിപ്പിച്ചിരുന്നത്. പ്രാകൃത് എന്നറിയപ്പെടുന്ന ലാംഗ്വേജിലാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. He also encouraged people to think for themselves rather than to simply accept what he said. Let us see how he did this. അതുപോലെ തന്നെ അദ്ദേഹം ആൾക്കാരോട് പറയുമായിരുന്നു, ഞാൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ഞാൻ പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾക്കൂടെ തോന്നണം, അതായത് നല്ല കാര്യമാണെന്ന്, എങ്കിൽ മാത്രമേ നിങ്ങളത് വിശ്വസിക്കാവൂ എന്നും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പം നമ്മൾ ബുദ്ധൻ്റെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പഠിച്ചല്ലേ, ബുദ്ധൻ എങ്ങനെയാണ്
അതായത് ഗൗതമ അല്ലെങ്കിൽ സിദ്ധാർത്ഥ എന്നറിയപ്പെടുന്ന ഒരു ആൾ എങ്ങനെയാണ് ബുദ്ധനായി മാറിയെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബുദ്ധൻ്റെ കുറച്ച് ടീച്ചിങ്സ്, അതായത് നമ്മുടെ ലൈഫ് എന്നുള്ളത് ഫുൾ ഓഫ് സഫറിങ്സും അൺഹാപ്പിനെസ്സും ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈവിങ്സും ഡിസയറും തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മയുടെ ഫലം ചിലപ്പോൾ ഗുഡ് ആവാം അല്ലെങ്കിൽ ബാഡ് ആകാം. അത് നമ്മുടെ ഈ ലൈഫിൽ മാത്രമല്ല ഇനിയുള്ള ലൈഫിലും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രാകൃത് എന്ന് പറയുന്ന ലാംഗ്വേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് പറയുന്നു അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാണ്ട് നമ്മൾ കൂടി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചെടുത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കണമെന്നും അദ്ദേഹം പറയുമായിരുന്നു. ദ സ്റ്റോറി ഓഫ് കിസ ഗൗതമി. Here is a famous story about the Buddha. Once there was a woman named Kisa Gautami whose son had died. She was so sad that she roamed through the streets of the city carrying the child with her, asking for help to bring him back to life. A kind man took her to the Buddha. അപ്പം ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ഈ സ്റ്റോറിയൊക്കെ നമ്മൾ ചെറുതിലേ മുതലേ കേൾക്കുന്നതാണല്ലേ. അതായത് ഒരു സ്ത്രീ അവരുടെ മകൻ മരിച്ചുപോയി, ആ മകനെ ജീവിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് ഒരാൾ ബുദ്ധൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീയെ കൊണ്ടുപോയി. ദ ബുദ്ധ സെഡ്, ബ്രിങ് മീ എ ഹാൻഡ്ഫുൾ ഓഫ് മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് ഐ വിൽ ബ്രിങ് യുവർ ചൈൽഡ് ബാക്ക് ടു ലൈഫ്. Kisa Gautami was overjoyed and started off at once. But the Buddha gently stopped her and added, the seeds must come from the house of a family where nobody has died. അപ്പം ഇവർ ബുദ്ധൻ്റെ അടുത്തേക്ക് എത്തിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒരു കൈ മസ്റ്റാർഡ് സീഡ്സ്, കടുക് കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാൻ നിങ്ങളുടെ മകനെ ജീവിപ്പിച്ച് തരാമെന്ന്. അപ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷമായിട്ട് ഇവർ മസ്റ്റാർഡ് കൊണ്ടുവരാനായിട്ട് പോയപ്പോഴത്തേക്കിന് ഈ ബുദ്ധൻ പറയുകയാണ്, ആരും ഇന്നേ വരെ മരിച്ചിട്ടില്ലാത്തൊരു വീട്ടിൽ നിന്ന് വേണം ഈ മസ്റ്റാർഡ് സീഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. Kisa Gautami went from door to door, but whenever she went, she found out that someone or the other, father, mother, sister, brother, husband, wife, child, uncle, aunt, grandfather, grandmother had died. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആരും മരിക്കാത്തൊരു വീട്ടിൽ നിന്ന് വേണം ഇതെടുക്കാനായിട്ടല്ലേ. പക്ഷേ ഓരോ വീട്ടിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മരണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, ജനിച്ച ഒരു ദിവസം ആരായാലും മരിക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ബുദ്ധൻ ഈ സ്ത്രീയെ മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ ഇതിനാണ് ഇങ്ങനെയൊരു സ്റ്റോറി ആണ്. ഇത് നമ്മൾ ചെറുതിലെ മുതലേ കേൾക്കുന്ന ഒരു സ്റ്റോറി കൂടിയാണ്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും സയൻസിൻ്റെയും ഒക്കെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ആ വീഡിയോസ് ഒന്നും ആരും മിസ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അതിലുള്ളത്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.